ഏതാണ്ട് 4500 വർഷങ്ങൾക്ക് മുൻപ് 1,00,000 തൊഴിലാളികളുടെ 20 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നായ ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് എന്ന് പ്രശസ്തിയുള്ള ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ ജന്മം കൊള്ളുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ ഈജിപ്ഷ്യൻ പിരമിഡുകളെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എം SP ഹിയർ. വർഷങ്ങൾക്ക് മുൻപ് ഈജിപ്ഷ്യൻ ഭരണാധികാരികൾ ഫറോവമാർ എന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. മരണശേഷം ഇവർ ദൈവങ്ങളായി മാറുന്നു എന്നാണ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മരണശേഷമുള്ള മറ്റൊരു ലോകത്തെ പുതിയൊരു ജീവിതത്തിന് വേണ്ടിയാണ് ഇത്രയും വലിപ്പമുള്ള പിരമിഡുകൾ ഇവർ നിർമ്മിച്ചത്. പിരമിഡിനുള്ളിൽ ഈ ഫറോവമാരുടെ ശവകുടീരത്തിനടുത്ത് തന്നെ ക്ഷേത്രങ്ങളും ഇവർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട്. കൂടാതെ പുതിയ ലോകത്തെ ജീവിതം കൂടുതൽ സുഖകരമാക്കാൻ അമൂല്യമായ വസ്തുക്കൾ, അതായത് സ്വർണം, രത്നം പോലുള്ള വസ്തുക്കളും ഇവരുടെ കുഴിമാടത്തിൽ നിക്ഷേപിച്ചിരുന്നു. ഈജിപ്തിലെ 4ാം രാജവംശത്തിലെ ഭരണാധികാരികളാണ് പിരമിഡ് ഓഫ് ഗിസ സ്ഥാപിക്കുന്നത്. വടക്കേ ഈജിപ്തിലെ നൈൽ നദിയുടെ പടിഞ്ഞാറേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗിസ എന്ന പ്രദേശത്താണ് കല്ലുകൊണ്ട് നിർമ്മിതമായ ഒരു പീഠഭൂമിക്ക് മുകളിൽ ഈ പിരമിഡുകൾ സ്ഥിതി ചെയ്യുന്നത്. ഈജിപ്തിന്റെ തലസ്ഥാനമായ മെംഫിസ് എന്ന പ്രദേശത്തു നിന്നും പുരാതന ഈജിപ്തിലെ ഒരുപാട് വസ്തുക്കൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശവും ഗിസയിലെ പിരമിഡ് സ്ഥിതി ചെയ്യുന്ന പ്രദേശവും 1979 മുതൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽപ്പെടുന്നവയാണ്. പ്രധാനമായും 3 പിരമിഡുകളാണ് നമുക്ക് ഗിസയിൽ കാണാൻ കഴിയുന്നത്. 2520 BC-യിലാണ് ഈജിപ്തിലെ 4ാം രാജവംശത്തിലെ ഭരണാധികാരിയായ കുഫു ഗിസയിൽ പിരമിഡ് നിർമ്മാണത്തിനായി ആദ്യം പദ്ധതി വയ്ക്കുന്നത്. 481 അടി ഉയരമാണ് കുഫുവിന് നിർമ്മിച്ച പിരമിഡിന്റെ ഉയരം. അതിൽ 2.3 ബില്യൺ കല്ലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവയിൽ ഓരോ കല്ലിന്റെയും ഭാരം 2.5 മുതൽ 15 ടൺ വരെയാണ്. രണ്ടാമത്തേത് കുഫു രാജാവിന്റെ പുത്രനും രാജാക്കന്മാരിൽ ഒരാളുമായ കാഫ്രയുടേതാണ്. 2520 BC-യിൽ തന്നെയാണ് ഇതും നിർമ്മിച്ചത്. ഇദ്ദേഹത്തിന്റെ പിരമിഡിൽ സിംഹത്തിന്റെ ഉടലും രാജാവിന്റെ തലയും വരുന്ന ഒരു സ്മാരകം കൂടിയുണ്ട്. ഈ ഒരു സ്മാരകമായിരുന്നു എല്ലാ പിരമിഡുകളുടെയും കാവൽക്കാരനായി കരുതിയിരുന്നത്. മൂന്നാമത്തെ പിരമിഡാണ് ഈ 2 പിരമിഡുകളിൽ വെച്ച് ഏറ്റവും ചെറുത്. ഈജിപ്തിലെ 5ാം രാജവംശത്തിൽപ്പെട്ട ഒരു രാജാവായ മെൻകുറയ്ക്ക് വേണ്ടിയായിരുന്നു ഇത് 2490 BC-യിൽ നിർമ്മിച്ചത്. വെറും 215 അടി മാത്രമാണ് ഈ പിരമിഡിന്റെ ഉയരം. ഈ പിരമിഡ് മുഴുവനായും പൂർത്തിയായിട്ടില്ല, കാരണം അതിനു മുൻപ് ഇദ്ദേഹം മരണപ്പെട്ടു. ഈ 3 പിരമിഡുകളും പണ്ട് കാലത്ത് തന്നെ കൊള്ളയടിക്കപ്പെട്ടു. രാജാക്കന്മാരുടെ കുഴിമാടത്തിൽ ഉണ്ടായിരുന്ന വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും രത്നങ്ങളും ഒക്കെ ഇതിനോടൊപ്പം കാണാതായി. കൂടാതെ പുറമേ സ്ഥാപിച്ചിരുന്ന ചുണ്ണാമ്പുകല്ലുകളുടെ തിരോധാനം പിരമിഡിന്റെ ഉയരം കുറയ്ക്കുന്നതിനും ഒരു കാരണമായി. കാഫ്രയുടെ പിരമിഡിന്റെ മുകൾ വശത്ത് മാത്രമായാണ് അല്പമെങ്കിലും ചുണ്ണാമ്പുകല്ലുകൾ കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഒരു ക്ഷേത്രമുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ക്ഷേത്രത്തിൽ നിന്നും നൈൽ നദിയിലേക്ക് തുറക്കുന്ന ഒരു രഹസ്യ വഴി കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ശാസ്ത്രജ്ഞരെ എല്ലാം തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു എഞ്ചിനീയറിംഗ് വൈഭവമാണ് ഗിസയിലെ ഈ പിരമിഡുകളുടെ നിർമ്മാണത്തിന് പിന്നിലുള്ളത്. ഇതെങ്ങനെയാണ് നിർമ്മിച്ചതെന്നതിനുള്ള യാതൊരുവിധ തെളിവുകളും ഇതുവരേക്കും ഇവർക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ആരൊക്കെയാണ് ഇതിന്റെ നിർമ്മാണത്തിന് പിന്നിൽ എന്നതിനുള്ള തെളിവുകൾ ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും ലഭിച്ചിട്ടുണ്ട്. പിരമിഡിലെ ജോലിക്കാർ വളരെയധികം കഴിവുള്ളവരാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഈ പിരമിഡിന്റെ പണി നടക്കുമ്പോൾ ഈ ജോലിക്കാർ താമസിച്ചിരുന്നത് ഇതിനടുത്ത് തന്നെ താൽക്കാലികമായി ഉണ്ടാക്കിയ ചെറു പട്ടണങ്ങളിലാണ്. അവർക്ക് ആഹാരവും വെള്ളവും ഒക്കെ അവിടെ തന്നെ ലഭിച്ചിരുന്നു. അപ്പോൾ പിരമിഡുകളുടെ ഉദ്ദേശം ഇതുമാത്രമല്ല, ഈജിപ്ഷ്യൻ അധികാരികളുടെ സ്വത്തും പവറുമൊക്കെ മറ്റു രാജ്യങ്ങളുടെ മുൻപിൽ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു പ്രതീകമായുമാണ് ഈ പിരമിഡുകൾ പണി കഴിപ്പിച്ചതെന്നുകൂടി വേണമെങ്കിൽ പറയാം. ഈജിപ്തിൽ ഈ രാജാക്കന്മാർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച പിരമിഡുകളും ഇതിന്റെ പരിസരത്തായി നമുക്ക് കാണാവുന്നതാണ്. എന്തൊക്കെ പറഞ്ഞാലും ഭൂമിയിൽ വെച്ച് ഏറ്റവും വലിയ സിംഗിൾ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഈ കുഫുവിന്റെ പിരമിഡാണ്. കുഫുവിന്റെ പിരമിഡിന്റെ ഉൾഭാഗം അത്രയും മഞ്ഞ നിറത്തിലുള്ള ചുണ്ണാമ്പുകല്ലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. പുറമേയും ചുണ്ണാമ്പുകല്ലുകൾ ഉണ്ടായിരുന്നെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ കൊള്ളക്കാർ വന്നതൊക്കെ അടിച്ചുകൊണ്ട് പോയി. ഉള്ളിലുള്ള ശവകുടീരങ്ങളൊക്കെ തന്നെ നിർമ്മിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് കൊണ്ടുമാണ്. പക്ഷെ എങ്ങനെയാണ് 5.75 മില്യൺ ടൺ വരുന്ന ഈ നിർമ്മിതിക്ക് വേണ്ടി 2.3 മില്യൺ കട്ടകൾ
വളരെ മനോഹരമായി കട്ട് ചെയ്ത് ഇതിന് മുകളിൽ കൊണ്ടെത്തിച്ചത്? ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അവരുടെ എഞ്ചിനീയറിംഗ് വൈഭവത്തെ ഇത്രയധികം നമ്മൾ പുകഴ്ത്തുന്നത്. ഇത് കൂടാതെ തന്നെ ഇതിനുള്ളിലെ പലതരത്തിലുള്ള കൊത്തുപണികളും ചിത്രങ്ങളും ഒക്കെ നമ്മളെ വളരെയധികം അതിശയത്തിൻ്റെ ഒരു മുനയിൽ തന്നെ കൊണ്ടു ചെന്നെത്തിക്കും. എങ്ങനെയാണ് അന്നത്തെ ശില്പികൾ ഇത്തരത്തിലുള്ള ചിത്രപ്പണികൾ ഈ ഒരു ഇടുങ്ങിയ ഈ ഒരു പിരമിഡിനുള്ളിൽ അവർ നിർമ്മിച്ചത്? വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തതായി പറയാൻ പോകുന്നത് പിരമിഡിലേക്കുള്ള പ്രവേശന കവാടത്തെക്കുറിച്ചാണ്. കുഫുവിൻ്റെ പിരമിഡിന്റെ വടക്ക് ഭാഗത്ത് നിന്നും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 59 അടി നീളത്തിലാണ് ഇത് വരുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു ചരിഞ്ഞ ഇടനാഴി കാണാൻ സാധിക്കും. അവിടെ തന്നെ പലതരം കൊത്തുപണികളും ചെയ്തു വെച്ചിട്ടുണ്ട്. താഴെയായി നല്ല കൂർത്ത രീതിയിലുള്ള കല്ലും മണ്ണും. അതിന് മുകളിലായാണ് ഈ പിരമിഡ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നമ്മൾ നടന്നു നീങ്ങിയാൽ ചെന്നെത്തുന്നത് പണിതീരാത്ത ഭൂമിയുടെ അടിയിലുള്ള ഒരറയിലാണ്. നമ്മൾ ഈ വരുന്ന വഴിയിൽ തന്നെ മുകളിലോട്ടും ചില ശാഖകൾ പോലെ വഴികളുണ്ടാകും. ഈ വഴിയിലൂടെ പോയാൽ ഏതാണ്ട് ഒരു 151 അടി മുകളിലായി റാണിയുടെ അറ കാണാൻ സാധിക്കും. അവിടെ തന്നെ ചരിഞ്ഞ രീതിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗാലറിയുമുണ്ട്. ഈ ഗാലറിയുടെ മുകളിൽ ചെന്നെത്തുമ്പോൾ നീളമുള്ള ഒരു ഇടുങ്ങിയ വഴി കാണാൻ സാധിക്കും. ഇതിലൂടെയാണ് രാജാവിൻ്റെ ശവകുടീരം സ്ഥാപിച്ചിരിക്കുന്ന അറയിലേക്ക് പോകുന്നത്. ഈ മുറിയും മുഴുവനായും ഗ്രാനൈറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ 2 അറകളിൽ നിന്നും പിരമിഡിന് പുറത്തേക്ക് നീളുന്ന സുഷിരങ്ങളുണ്ട്. ഇത് ചിലപ്പോൾ ഒരു വെന്റിലേഷനായോ അല്ലെങ്കിൽ അവരുടെ ആത്മാക്കൾക്ക് പുറത്തു കടക്കാനോ എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഈ അറകൾക്കെല്ലാം മുകളിലായി ഗ്രാനൈറ്റ് സ്ലാബുകൾ കൊണ്ട് തിരിച്ചിരിക്കുന്ന 5 കമ്പാർട്ട്മെന്റുകളുണ്ട്. രാജാവിന്റെയും റാണിയുടെയും ഒക്കെ ശവകുടീരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം കമ്പാർട്ട്മെന്റുകൾ തീർത്തിരിക്കുന്നത്. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡോട്ടസ് ആണ് ഈ പിരമിഡിന്റെ നിർമ്മാണത്തിന് വേണ്ടി 20 വർഷം എടുത്തു എന്നതും 100,000 പുരുഷന്മാർ ഇതിനു വേണ്ടി ജോലി ചെയ്തിരുന്നു എന്നും എഴുതിയിരുന്നത്. പ്രധാനമായും കർഷകരായിരുന്നു തുടക്കത്തിൽ ഈ ജോലി ചെയ്തു തുടങ്ങിയത്. കാരണം അന്ന് നൈൽ നദിയിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇവരുടെ കൃഷി നശിക്കുകയുണ്ടായി. പിന്നീട് അവർ ഈ പിരമിഡ് നിർമ്മാണത്തിന്റെ ജോലിയിൽ ഏർപ്പെടുകയായിരുന്നു. അങ്ങനെ സീസൺ മാറുന്തോറുമായിരുന്നു ഇവിടെ ജോലിക്കാർ മാറി മാറി വരുന്നത്. പക്ഷേ സ്ഥിരമായി ആകെ ഇവിടെ ഉണ്ടായിരുന്നത് 20,000 ജോലിക്കാർ മാത്രമാണ്. അതിൽ ഡോക്ടർമാർ, അതുപോലെ പാചകക്കാർ, പുരോഹിതർ എന്നിവരൊക്കെ ഉൾപ്പെട്ടിരുന്നു. ലോകത്തിലേതാണ്ട് 1000-ലധികം പിരമിഡുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ 130 സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലാണ്. ഇന്നത്തെ അത്യാധുനിക സാങ്കേതിക വിദ്യക്ക് പോലും ഇത്തരമൊരു നിർമ്മിതി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് 4500 വർഷങ്ങൾക്ക് മുൻപ് ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് വെറും മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ട് ഇവരിത് നിർമ്മിച്ചെടുത്തത്? വളരെ അത്ഭുതകരമായ, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തായിരുന്നു അവരുടെ ആ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത്, അന്നത്തെ എഞ്ചിനീയറിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. എന്തായാലും ഒരുപാട് ചുരുളഴിയാത്ത രഹസ്യങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് പിരമിഡുകൾ ഇന്നും അങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്. അതുകൂടാതെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പുതിയ അറിവുകളുമായിട്ട് പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും